അഭിനേത്രി നിലയിൽ റേച്ചൽ സിനിമ അംഗീകാരം നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന നടി ഹണി റോസ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കഥാപാത്രമാണ് സിനിമയിലേത്. എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രമായിരിക്കും റേച്ചൽ എന്നും ഹണി റോസ് പറഞ്ഞു. ദോഹയിൽ മീഡിയ വണ്ണുമായി സംസാരിക്കുകയായിരുന്നു അവർ. റേച്ചൽ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ സ്വയം ട്രോളിയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അത് ട്രോളിയതല്ല, യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു ഹണി റോസിന്റെ മറുപടി. ഇല്ല, ഞാനത് ജെന്യുവനായിട്ട് സംസാരിച്ചതാണ്, ട്രോളിയതല്ല, അതിന്റെ റിയാലിറ്റിയാണ്. സോ അതിലൊരു മാറ്റം റേച്ചലിനെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് സീ, ഒരു നല്ല നടി എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പേര് ഈ സിനിമ തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. മുൻനിര നായികമാർ 10 സിനിമയ്ക്ക് വാങ്ങുന്ന ശമ്പളം ഹണി ഒരു വർഷത്തിൽ ഉദ്ഘാടനം ചെയ്തുണ്ടാക്കുന്നു എന്ന സംവിധായകൻ വിനയന്റെ പ്രതികരണത്തോട് നടിയുടെ ഉത്തരം ഇങ്ങനെ: അത് അദ്ദേഹം എന്താ പറയാ, ഡെഫിനറ്റ്ലി അദ്ദേഹം എന്റെ ഗുരുവാണ്. അപ്പൊ എന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൈന്നിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഒത്തിരി സന്തോഷം കേൾക്കുമ്പോൾ അതൊക്കെ. യെസ്, പ്രതികാരവും ഫൈറ്റും ഒക്കെയുള്ള സമ്പൂർണ്ണ കമേഴ്സ്യൽ സിനിമയാണ് റേച്ചൽ എന്നും ഹണി റോസ് വ്യക്തമാക്കി. തന്നെയാണ് പുതിയ വിശേഷം. ഡിസംബർ 6 റിലീസ് ചെയ്യാണ് മൂവി. ഒത്തിരി സന്തോഷം. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്കാ കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആയിരിക്കും. ഒരു റിവെഞ്ചും അല്ലെങ്കിൽ ഫൈറ്റ് സീക്വൻസും ത്രില്ലറും ഒക്കെ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി. ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഇറച്ചിവെട്ടുകാരിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആനന്ദിനി ബാലയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എബ്രിഡ് ഷൈൻ സാറും പ്രസന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ബാദുക്കയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മെണപ്പാട്ട് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതിനൊത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിരുന്നു. അതാണ് സിനിമയായിട്ട് ഡെവലപ്പ് ആയത്. ആൻഡ് ഈ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ആനന്ദിനിയുടെ ഒരു വിഷനാണ് ഇങ്ങനെ ഒരു ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥ തന്നെ എടുത്തിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് അവരതിൽ വിജയിച്ചു എന്ന് തന്നെ 100% എനിക്ക് പറയാൻ കഴിയും. അബ്ബാസ് മുഹമ്മദ്, മീഡിയ വൺ, ദോഹ.